അതായത് ചുരുക്കി പറഞ്ഞ KVS വലിയൊരു പഞ്ഞിക്കെട്ടുമായി വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. നീന്തുമ്പോഴും ആ പഞ്ഞിക്കെട്ടിന്റെ ഭാരത്തിൽ അല്ലെങ്കിൽ ഭാരരാഹിത്യത്തിൽ ഒരു സുഖമുണ്ട്. പക്ഷെ ആ വെള്ളത്തിന് മുകളിലേക്ക് നടന്നു കയറി അപ്പുറത്തെ കരയിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ ഭാരമുണ്ടാവുക. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഈ ഇത്തരത്തിൽ വിഘടിച്ചു നിൽക്കുന്നവരിലേക്കുമൊക്കെ നിങ്ങൾ കളിക്കുന്ന നമ്പറുകൾ ഒരുപക്ഷെ തിരിഞ്ഞടിക്കുക ഈ ദേശത്തിന് തന്നെ വിരുദ്ധമായ രീതിയിലേക്കായിരിക്കും. അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഇവരെ ക്രോഡീകരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ശ്രീ KVS മറുപടി. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് BJPക്ക് എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അതിൻ്റെ ലീഡർഷിപ്പിനുമുണ്ട്. മാത്രമല്ല ഇപ്പോൾ സമ്പത്തിനെ പോലുള്ളവർക്കൊക്കെ അറിയാം, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് ശക്തമായ അടിവേരുകളൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ RSS പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ പ്രവർത്തനം ഉണ്ടായിരുന്നു. വനവാസി മേഖലയിലൊക്കെ ഉള്ള ഏകൽ വിദ്യാലയങ്ങൾ, സ്കൂളുകൾ, റെസിഡൻഷ്യൽ സ്കൂളുകൾ, അതുപോലുള്ള സേവാ പദ്ധതികൾ ഒക്കെ തന്നെ എത്രയോ പ്രൊജക്ട്സുകൾ RSS അവിടെ നടത്തിയിരുന്നു. അപ്പം അങ്ങനെ ഒരു ബേസ്മെൻറ്റ് വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 10, 20, 25 വർഷമായിട്ട് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും RSS ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്മേൽ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ടാണ് BJP മുന്നോട്ട് വരുന്നത്. അപ്പോൾ ശക്തമായ അടിത്തറ അതിനുണ്ട്. ഇപ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു അജണ്ടയാണ് BJPയുടെ മുമ്പിലുള്ളത്. അത് എനിക്ക് തോന്നുന്നു വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കില്ല. തീർച്ചയായിട്ടും ഒരു ഭരണം, ഒരു പുതിയ മേഖലയിലേക്ക് ഒരു ഭരണം കിട്ടുന്ന സമയത്ത് പരിചയസമ്പന്നരായ നേതാക്കളില്ലാതെ വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷെ അതിനെ മറികടക്കാൻ തക്കവണ്ണമുള്ള ശേഷി, സംഘടനാ ശേഷി ഇന്ന് BJPക്ക് ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വേറൊന്ന് ഈ കോൺഗ്രസിൻ്റെ കാര്യമാണ്. നമ്മൾ ഇപ്പോൾ സമ്പത്ത് സൂചിപ്പിച്ചില്ലേ കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തെക്കുറിച്ചൊക്കെ. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ മറ്റ് പല ചാനലുകളിലും ചെല്ലുമ്പോൾ ചർച്ച ചെയ്യുന്നത് സീതാറാം യെച്ചൂരിയുടെ നിലപാട് ശരിയല്ലേ എന്ന് ജനം ചോദിക്കുന്നു എന്നതാണ്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ബൈറ്റും ഞാൻ കണ്ടു. യഥാർത്ഥത്തിൽ കേരളത്തിലെ CPM എടുത്തൊരു നിലപാട് അവരുടെ നിലനിൽപ്പിന് നല്ലതാണെന്ന് ആദ്യം മുതലേ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ കോൺഗ്രസുമായിട്ടൊരു സഖ്യമുണ്ടാക്കിയാൽ CPMന് ഏത് സംസ്ഥാനത്ത് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? അതായത് ഒരു കരട് രാഷ്ട്രീയ പ്രമേയം എന്നതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന കാര്യങ്ങൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷം അവരുടെ നയമാണ് കോൺഗ്രസിനെയും BJPയെയും എതിർക്കുക എന്നുള്ളത്. കാരണം ഉദാരീകരണവും നവ ഉദാരീകരണവും വർഗീയതയും മുതലാളിത്ത സങ്കല്പവും ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഉള്ള വിയോജിപ്പുകൾ. പക്ഷേ വർഗീയതയുടെ ഫാസിസത്തിന്റെ വലിയ വശം അവരുടെ കണ്ണിലാണ്. വലിയ വശം വന്നാൽ തീർച്ചയായും അതിനെ പ്രതിരോധിക്കാൻ താരതമ്യേന മതേതരത്വമുള്ളവരെ സപ്പോർട്ട് ചെയ്യുക അവരുടെ ജൈവപരമായ ഉള്ളടക്കമാണ് CPMകാരുടെ. അതുകൊണ്ട് അതിനകത്തൊരു കോൺഫ്ലിക്റ്റിന്റെ വിഷയമേ ഇല്ല. ഇത് മാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ശ്രീ സമ്പത്ത്, അതിനൊരു മറുപടി. ഒന്ന്, ഈ ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചില മാധ്യമങ്ങൾ ഇങ്ങനെ വല്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അത് ബോധപൂർവമായ അജണ്ടയുടെ ഭാഗമായിരിക്കാം. ഞാൻ CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ കോൺഗ്രസും ഏറ്റെടുക്കുകയാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതിപ്പോ എന്താ പറയുക, ഇതെന്താന്ന് പറഞ്ഞാൽ ഈ ചില സഖാവ് സീതാറാം യെച്ചൂരിയുടെ പല പ്രസംഗങ്ങളും ഞാൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ. സഖാവ് സീതാറാം യെച്ചൂരി ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് മുൻ MP സഖാവ് P രാജീവാണ്. ഇവരുടെ രണ്ടുപേരുടെയും പ്രസംഗങ്ങൾ അത് ഇംഗ്ലീഷിൽ പറഞ്ഞത് അതിൻ്റെ ഏറ്റവും നല്ല പരിഭാഷയായിരുന്നു രാജീവിൻ്റേത്. അത് സഖാവ് സീതാറാം പറയാത്തതും ഇനി പറയാത്തത് രാജീവ് പറഞ്ഞു എന്ന് ആർക്കും തോന്നേണ്ടതില്ല. അത് ഏറ്റവും നല്ല പരിഭാഷയായിരുന്നു. വേറെ ഒരു കാര്യവും അതിനകത്ത് കൂട്ടിച്ചേർത്തില്ല, ഒന്നും ഒഴിവാക്കിയുമില്ല. ആ പരിഭാഷയിലോ പറയാത്തതായ കാര്യം ഇവരുടെ രണ്ടുപേരുടെയും നാവിലേക്ക് കൊണ്ടുവയ്ക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മാധ്യമങ്ങളിൽ എടുത്തിട്ട് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും? പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു കാര്യം അവിടെ റെക്കോർഡിലില്ല. ഇനി വേറൊന്ന്, പാർട്ടിയുടെ 22ാം കോൺഗ്രസ് ഹൈദരാബാദിൽ ചേരാനിരിക്കുന്നതേ ഉള്ളൂ. CPIMനെ സംബന്ധിച്ച് പാർട്ടിയുടെ രാഷ്ട്രീയ നയം എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആ പൊളിറ്റിക്കൽ ഡോക്യുമെന്റിൽ വരേണ്ട കാര്യം CPIM അംഗങ്ങളായിട്ടുള്ള ഞങ്ങൾ പ്രതിനിധികളോ അല്ലെങ്കിൽ പ്രതിനിധികളല്ലാത്ത പാർട്ടി അംഗങ്ങൾ അവരുടെ ഘടകങ്ങളിലോ അവരോ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. അത്തരത്തിലുള്ള കാര്യത്തിൽ അതിലെന്തെങ്കിലും ഡ്രാഫ്റ്റിൽ വ്യത്യാസം വരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പാർട്ടി അംഗങ്ങളല്ലാത്തവരുൾപ്പെടെ ഉള്ളവർക്കും ഹരിദാസേട്ടൻ ഉൾപ്പെടെ ഉള്ളവർക്ക് വേണമെങ്കിലും അതിൽ അത്തരത്തിൽ ഭേദഗതി നിർദ്ദേശിക്കാം. ഞങ്ങളുടെ ആ പാർട്ടി കോൺഗ്രസിന് വേണമെങ്കിൽ ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഇത് എന്താന്ന് പറഞ്ഞാൽ പാർട്ടി കോൺഗ്രസ് എടുത്തിട്ടില്ല, ആ ഡോക്യുമെൻ്റ് താഴേക്ക് ചർച്ച ചെയ്തിട്ടില്ല.
ഇത് ചർച്ച ചെയ്ത് ഇതിൻ്റെ ഈ കരടെല്ലാം കൂടി അവിടെ ആ ഭേദഗതി നിർദ്ദേശവും കൂടി അവിടെ വന്നിട്ട് വേണം ഇത് ചർച്ച ചെയ്തിട്ട് ഒന്നുകിൽ ഉൾക്കൊള്ളും അല്ലെങ്കിൽ തള്ളും, വോട്ടിനിട്ട് തള്ളും. ചിലപ്പോൾ വോട്ടിനിടാതെ തന്നെ ഇത് ചിലപ്പോൾ അത് തള്ളിയെന്ന് വരും, ചിലപ്പോൾ ഇത് ഉൾക്കൊണ്ടുവന്ന് വരും. പക്ഷെ അതിനു മുമ്പ് മറ്റുള്ളവർ ഞങ്ങളുടെ പാർട്ടി എടുക്കേണ്ടുന്നതായിട്ടുള്ള ഒരു തീരുമാനത്തെ സംബന്ധിച്ചും ചർച്ച ചെയ്യേണ്ടെന്നുള്ള കാര്യത്തിലും അതിന് വേറെ പല ആളുകൾക്കും വല്ലാത്ത വെപ്രാളമാണ്. ഇങ്ങനെയുള്ള വെപ്രാളം ശ്രീ ഷാജി ജോസഫ്, അതായത് ഈ കാര്യങ്ങളെ ഈ രീതിയിലാണ് വിലയിരുത്തുന്നത്. അതായത് പ്രകാശ് കാരാട്ട് ഒരു പക്ഷം, യെച്ചൂരി വേറൊരു പക്ഷം, കേരള ഘടകം ആരെ പിന്തുണയ്ക്കുന്നു, പ്രകാശ്, ഈ രീതിയിൽ മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള ക്രിയേഷൻ ഒരു പക്ഷേ കോൺഗ്രസ് അടക്കം, നേരത്തെ KVS സൂചിപ്പിച്ചതാണ്, ഏറ്റവും കൂടുതൽ രമേശ് ചെന്നിത്തലയുടെ സൂചന. അതായത് ഈ തോൽവികളെയും ഈ വിജയങ്ങളെയും ഉണ്ടായ പരാജയങ്ങളെയും ചോർച്ചയും ഒക്കെ കോൺഗ്രസ് പാർട്ടി അടക്കമുള്ളവർ അതിൻ്റെതായ യുക്തിഭദ്രമായ നിലയിൽ അതിനെ വിലയിരുത്തുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഏറ്റവും ഒടുവിൽ എത്തിയത്. 45% വോട്ടുണ്ടായിരുന്നത് ചോർന്ന് 2% കോൺഗ്രസിന്, 1.9% കൃത്യമായ കണക്കാണെങ്കിൽ. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ അവർ ഉന്നയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ. കോൺഗ്രസ് എന്താണ് ആഗ്രഹിക്കുന്നത് ദേശീയമായി? BJPക്ക് മുമ്പിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ മറ്റെല്ലാവരും അവരുടെ നേതൃത്വത്തിന് കീഴിൽ വന്ന് നിൽക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെയാണല്ലോ മതേതരത്വ മുന്നണി എന്നും ഒക്കെ പറയുന്ന ഒരു പ്രതിഭാസം അതാണല്ലോ. പക്ഷേ കോൺഗ്രസുമായി സ്വാഭാവികമായി അടിസ്ഥാനപരമായി വളരെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള പാർട്ടികളുണ്ട്, നയപരമായ വ്യത്യാസമുള്ള പാർട്ടികളുണ്ട്, CPM-നെ പോലുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടികൾക്ക് BJP ഭയങ്കരമായി വളരുന്നു എന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് BJP വളരുന്നു, അതുകൊണ്ട് ഞങ്ങളെ രാഹുൽ ഗാന്ധി അങ്ങ് പ്രധാനമന്ത്രിയാക്കുന്നു, കോൺഗ്രസുമായി എല്ലാ നയങ്ങളും മറന്നുകൊണ്ട് കോൺഗ്രസുമായി ചേരുക. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് മതേതരത്വം മാത്രമല്ലല്ലോ, അല്ല, എല്ലാ പാർട്ടികൾക്കും, പ്രത്യേകിച്ച് CPM-നെ പോലുള്ള ഒരു പാർട്ടിക്ക് ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ നയമുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ മതേതരത്വത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായി BJP-യെ നേരിടാൻ വേണ്ടി പണ്ട് ആരോ പറഞ്ഞതുപോലെ ഏത് പിശാചുമായി കൂട്ടുകൂടാനും ഞങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയത്തിന് ഒരു മാനമില്ലല്ലോ. പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയത്തെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, വിജയവും പരാജയവും തീരുമാനിക്കുന്ന ജനങ്ങൾ ഉൾക്കൊള്ളുകയില്ലല്ലോ. പക്ഷെ വലിയൊരു പ്രതിസന്ധി എത്തിയാൽ, വലിയൊരു പ്രശ്നം എത്തിയാൽ ആ കൃത്യമായി അതൊക്കെ ചരിത്രപരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അത് ചരിത്രപരമായ അതിന്റെ അനിവാര്യതയാണ്. അത് അവർക്ക് അധികാരം എന്നതിനപ്പുറത്തേക്ക് ചില മാനം രാഷ്ട്രീയമായി ഇടതുപക്ഷം അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരും ഒക്കെ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. KVS അതാണ്, അതായത് ഈ കോൺഗ്രസിന് ഏതെങ്കിലും തിരിച്ചടി ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായാൽ അതിൻ്റെയൊക്കെ പാപഭാരം ഏറ്റെടുക്കേണ്ടത് ഇടതുപക്ഷമാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന് രാഷ്ട്രീയപരമായി ഉയർത്തേണ്ട ബാധ്യത ഒന്നാമത് ഇടതുപക്ഷത്തിനാണ്. ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതി ത്രിപുര തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എത്ര കണ്ട് പ്രസക്തമാണ്, എത്ര കണ്ട് പ്രസക്തി ഉണ്ട് അതിന്, ആ വിലയിരുത്തലുകൾക്ക്? അല്ല അബ്ജിം ഷാദെ, എൻ്റെ ഒരു വ്യക്തിപരമായ വിലയിരുത്തല്, ഇപ്പൊ ഈ ഉത്തരേന്ത്യയിലെ ഈ വടക്ക് കിഴക്കൻ സ്റ്റേറ്റിലെയും 3 സംസ്ഥാനങ്ങളിൽ കൂടി 180 MLA-മാരാ ഉള്ളത്. ഏതാണ്ട് 53 ലക്ഷം വോട്ടർമാരേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ ഒരു ചെറിയ സംഭവമാണെന്ന് നമുക്ക് പറയാം. ഇല്ല, അങ്ങനെയല്ല. പക്ഷെ ഇവിടെ കോൺഗ്രസിന്റെ ദയനീയമായ തോൽവിക്ക് രാഷ്ട്രീയമായ വലിയ മാനങ്ങളുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ കോൺഗ്രസ് ഒരു സ്ഥലത്ത് ജയിച്ചിരുന്നുവെങ്കിൽ, അധികാരത്തിലേറുന്ന സ്ഥിതി അവർക്ക് സ്വയം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അടുത്ത 2019 ഞങ്ങൾക്ക് ഈ രാജ്യത്തിനെ നയിക്കാനുള്ള സ്കെൽപ്പുണ്ട്, അതിനുള്ള പ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇതോട് കൂടിയിട്ട് കോൺഗ്രസിന് അതിനുള്ള കേൾപ്പില്ലാതാകുന്നു. നിവർന്നു നിന്ന് ഞങ്ങൾക്ക് നാളെ ഭാവിയുണ്ടെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തുന്നു. BJP-യെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ടുണ്ടാക്കിയ നേട്ടം അത് തന്നെയാണ്. കോൺഗ്രസിൻ്റെ നാശം പരമാവധിയാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനി കോൺഗ്രസിന് ഇപ്പൊ കർണാടകമാണ് അടുത്തത്. സമ്പത്ത് സൂചിപ്പിച്ചല്ലോ കർണാടകത്തിലെ കാര്യം. കർണാടകത്തിൽ എനിക്ക് തോന്നണില്ല ട്രയാങ്കുലർ കണ്ടസ്റ്റ് അവിടെ നടന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. കാരണം ആ സാഹചര്യത്തിലേക്കാണ് കർണാടകം നീങ്ങുന്നത്. BJP അതിന് തക്കവണ്ണം സജ്ജമാക്കിയിട്ടുണ്ട് അവിടെ അന്തരീക്ഷം. അതുകൂടി കഴിഞ്ഞാൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന 2 സംസ്ഥാനങ്ങളേ ഉണ്ടാവുള്ളൂ. ഒന്ന് നമ്മുടെ ഒരു ലോക്സഭാ മണ്ഡലത്തിന് അത്ര വരാത്ത മിസോറാം, പിന്നെ ഒന്ന് പഞ്ചാബ്.
പഞ്ചാബില് കോൺഗ്രസ് ഭരിക്കുന്നത് അമരീന്ദർ സിംഗിന്റെ നേട്ടം കൊണ്ടാണെന്ന് നമുക്കൊക്കെ അറിയാം സാധാരണ ബുദ്ധിക്ക്. ബാക്കി ഈ രാഹുൽ ഗാന്ധിയുടെ എന്ത് സംഭാവനയാണ് കോൺഗ്രസിനുണ്ടാക്കാൻ പോകുന്നത്? ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലെ ഒരു വലിയ ബാധ്യതയായിട്ട് ആ രാഹുൽ ഗാന്ധി മാറും എന്നത് നമുക്ക് കർണാടക തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ലോകത്തെ ബോധ്യപ്പെടുത്താൻ കഴിയും. അവിടെയാണ് മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അതിന്റെ റിസൾട്ട് ക്രോഡീകരിക്കുമ്പോൾ NDPP BJP സഖ്യം നാഗാലാൻഡിൽ അധികാരത്തിലേക്ക്, ത്രിപുരയിൽ BJP സഖ്യം അധികാരത്തിലേക്ക്, മേഘാലയയിലും 10 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന് വിരാമം വിട്ട് BJP NPP സഖ്യം അധികാരത്തിലേക്ക്. തീർച്ചയായും ശ്രീ സമ്പത്ത് എം പി, ഈ ഘട്ടത്തിൽ ഭാവി രാഷ്ട്രീയത്തിന്റെ ദിശ ഏത് വിധത്തിലാണ് ജാഗ്രവത്താക്കേണ്ടത്? ഈ ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമായി അങ്ങനെ ഇന്ത്യ ഭരിക്കും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ആ ഒരു ചർച്ചയിലേക്ക് നമ്മൾ ചുരുങ്ങുന്നത് ശരിയല്ല. ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, പക്ഷേ അതിനോടൊപ്പം ഞാൻ വിട്ടുപോയൊരു കാര്യം, ഈ രാജ്യസഭയിലെ പ്രതിസന്ധിയെ സംബന്ധിച്ച് നമ്മൾ ചോദിച്ചിട്ട് അതിൽ നിന്ന് ഏതോ ഘട്ടത്തിൽ നമ്മൾ രാജ്യസഭയിൽ ഒറ്റയ്ക്ക് ഇതൊക്കെ ഈ ഇത്രയും സംസ്ഥാനങ്ങൾ എത്തുമ്പോൾ രാജ്യസഭയിൽ BJPയുടെ മുൻതൂക്കം കൂടുകയാണ്. അവിടെ അത് ത്രിപുരയിൽ നിന്ന് ഒരാളാണ്, നാഗാലാൻഡിൽ നിന്ന് ഒരാളാണ്, മിസോറാമിൽ നിന്ന് ഒരാളാണ്. അത് BJPക്ക് ഒരു അതിൽ അവർക്ക് ഒരു മുൻതൂക്കം. ചിലപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ അവരുടെ സഖ്യകക്ഷികൾ ഇതെങ്ങനെ ആവശ്യപ്പെടണം എന്നുള്ളതിനെ പറ്റി അറിയില്ല. വലിയ പാർട്ടികൾ അത്തരത്തിലുള്ള ആവാം. പക്ഷെ അതല്ല അവരുടെ മുന്നിലുള്ളത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം ഏതാണ്ട് 24 MP-മാരെ ഈ സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം കൂടി, കാരണം ത്രിപുരയിൽ തന്നെ 2 ലോക്സഭാ സീറ്റുണ്ട്. അപ്പോൾ നാഗാലാൻഡിലെ, മണിപ്പൂരിലെ, മിസോറാമിലെ, അപ്പുറത്ത് അരുണാചൽ പ്രദേശിലെ, ഈ ആസാമിലെ ഈ 7 സഹോദരിമാർ, 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിന്ന് മാത്രം 24 ലോക്സഭാ സീറ്റുകളുണ്ട്. ഇതാണോ? അതല്ലാതെ ഇപ്പോൾ ഇവിടെ ഈ ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഓരോന്ന് കിട്ടിയാൽ നല്ലത് തന്നെ. പക്ഷേ അവരെ സംബന്ധിച്ച് അതെടുത്തതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ളത്. മറ്റൊരു കാര്യം ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അതാത് കാലത്ത് ഉരുത്തിരിയുന്ന രാഷ്ട്രീയമായ സമവാക്യങ്ങൾ എങ്ങനെയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത്തരത്തിൽ ഇതെല്ലാം ജയിച്ചിരിക്കുമ്പോഴും ആദരണീയനായ ശ്രീ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് നല്ല കാര്യങ്ങളായി BJP കൊട്ടിക്കൊഴിച്ച കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ത്യ ഈസ് ഷൈനിങ് എല്ലാം പറഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് പോയി. ആ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പുറത്തും പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1ാം UPA ഗവൺമെൻറ് വരുന്നു. 1ാം UPA ഗവൺമെൻറ്റിൽ ഇടതുപക്ഷം ആ ഗവൺമെൻറ്റിൽ പങ്കാളിയായില്ല. ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് പിന്തുണ കൊടുത്തത്. ഇല്ലാതെ BJPയെ മാറ്റി നിർത്താൻ വേണ്ടി ആരുമായും കൂട്ടിച്ചേരുക എന്നുള്ളൊരു നയത്തിലല്ല. അന്ന് അങ്ങനെ എടുത്തത് കൊണ്ടാണ് ആ പൊതു മിനിമം പരിപാടിയിൽ നമ്മൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ വിവരാവകാശ നിയമം, ഇത്തരം കാര്യങ്ങളെല്ലാം ഇത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് 1, 2, 3 കരാറോടുകൂടിയാണ് പോകുന്നത് അല്ലേ? അതെ, അത് US-ഉമായിട്ടുള്ള ആ ഒരു ന്യൂക്ലിയർ കരാറ് പാർലമെന്റിന്റെ അറിവും സമ്മതവും അംഗീകാരവും ഇല്ലാതെ അതിലേക്ക് ചെന്നപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ US-ന്റെ ഒരു സാമന്ത രാഷ്ട്രമായി മാറും ഭാവിയിൽ എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് പറയാം. ഇവിടെ ഈ പറയുന്ന നമ്മുടെ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ ഏറ്റവും നന്നായി നടപ്പാക്കിയ സംസ്ഥാനം ത്രിപുരയാണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്കുകളിൽ നടപ്പാക്കിയതും ആ സംസ്ഥാനവും ത്രിപുരയാണ്. 100 ദിവസം തൊഴിൽ കൊടുക്കുക എന്നുള്ളതിൽ ഇന്ത്യയിൽ മാക്സിമം തൊഴിൽ പെർസെൻറ്റേജ് അത് ത്രിപുര. അതേ ത്രിപുരയിൽ തന്നെയാണ് ഇത് മുഴുവൻ. എത്രമാത്രം സാമ്പത്തികമായി ഒരു ഗവൺമെന്റിനെ ഞെരുക്കുമെന്നുള്ളത് ഇപ്പം നേരത്തെ ഷായി സാർ സൂചിപ്പിച്ച വല്ലാതെ ഞെരുക്കി. ഒന്നുകിൽ ത്രിപുരയുടെ മുന്നിലുണ്ടായിരുന്നത് നിങ്ങൾ തൊഴിലവസരങ്ങൾ പകുതിയായി ചുരുക്കണം, അതല്ല എങ്കിൽ ബ്ലോക്കുകൾ പകുതിയായി ചുരുക്കണം. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഡൽഹിയിൽ വന്ന് 3 ദിവസം നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കേണ്ടി വന്നതായ പ്രക്ഷോഭത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ത്രിപുരയിൽ മുഖ്യമന്ത്രിയായിരുന്ന മണിക് സർക്കാരാണ് ഡൽഹിയിൽ വന്ന് ജന്തർ മന്ദറിൽ അങ്ങനെ ഇരിക്കേണ്ടി വന്നത്. ആ സ്ഥിതിയിലേക്ക് പോലും ശ്വാസം മുട്ടിക്കുന്ന നിലയിലേക്ക് അതെത്തും എന്നുള്ളതാണ്. കിനാവള്ളിക്കരങ്ങളിലെ ഒരു വസ്തുവിനെ അകപ്പെടുത്തുന്നത് പോലെ അകപ്പെടുത്തും എന്നുള്ളത്. ഇനി ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ എങ്ങനെ, ഞാൻ പാർലമെൻറ്റിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷൻ്റെ സമയത്ത് പാർലമെൻറ്റിലെ 2 സമിതികളിലേക്ക് വോട്ടെടുപ്പുണ്ടായി. തോൽക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ PK ശ്രീമതി ടീച്ചറിനെയും സമ്പത്തിനെയും അതിലേക്ക് മത്സരിക്കാനായി ഞങ്ങളുടെ പാർട്ടി ലോക്സഭാ നേതൃത്വം ആ കാര്യത്തിൽ ഞങ്ങളെ ചുമതലപ്പെടുത്തി. തോക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നോമിനേഷൻ കൊടുക്കുകയാണ്. ഞങ്ങൾക്കാകെ ഒരു CPI അംഗം ഉൾപ്പെടെ ഞങ്ങൾക്ക് ലെഫ്റ്റിനാകെ 12 പേരേ ഉള്ളൂ. 2 സ്വതന്ത്ര കേരളത്തിൽ നിന്നുള്ള ഉൾപ്പെടെ 12 പേരേ ഞങ്ങൾക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വോട്ടൊന്ന് അന്വേഷിക്കണം. വോട്ട് അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് P കരുണാകരൻ ചേട്ടനോട് ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ എന്തായാലും തോക്കുമല്ലോ, എന്തായാലും തോറ്റ് കഴിഞ്ഞു എന്നുള്ളത് എന്തായാലും അറിയുകയും ചെയ്യുക. അല്ല, ഒന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചപ്പോൾ ഞങ്ങളെ ഞെട്ടിപ്പിച്ച വാർത്ത, ഈ തോറ്റ ഞങ്ങൾക്ക് 2 പേർക്കും സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ വോട്ട് 91, 93 എന്നുള്ള ക്രമത്തിനാണ്.
എവിടെ നിന്നാണ് ഈ വോട്ട് കിട്ടിയതെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പോലും അറിയില്ല. എന്താ സ്ഥിതി എന്നുള്ളത് അന്വേഷിച്ച് വരുമ്പോഴാണ് അറിയുന്നത്. BJPയുടെ സ്ഥാനാർത്ഥികൾക്കെതിരായി ശിവസേന വരെ വോട്ട് ചെയ്തിരിക്കുന്നു, ADMK വോട്ട് ചെയ്തിരിക്കുന്നു, തൃണമൂൽ കോൺഗ്രസ് വോട്ട് ചെയ്തിരിക്കുന്നു, TDP വോട്ട് ചെയ്തിരിക്കുന്നു, TRS വോട്ട് ചെയ്തിരിക്കുന്നു, YSR കോൺഗ്രസ് വോട്ട് ചെയ്തിരിക്കുന്നു. അവരുടെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ട് എന്നുള്ളത് കണക്കാക്കി വെച്ചത് ആ വോട്ട് അവർക്ക് ലഭിച്ചിട്ടില്ല. അവരുടെ ജയിച്ച സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയത് 200-ൽ താഴെ വോട്ട് മാത്രമാണ്. 300-ലധികം BJPക്ക് മാത്രം MP മാരുള്ളപ്പോൾ സ്വന്തം ദേ വെർ നോട്ട് ഏബിൾ ടു അവരുടെ ആ ഫ്ലോക്കിനെ ഒരുമിച്ച് നിർത്താൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും കാണുകയാണ്. തീർച്ചയായും ശ്രീ ഷാജി ജോർജ് 10 സെക്കൻഡ് കൊണ്ട് ചർച്ച പൂർത്തിയാക്കേണ്ടത്. ബഹുമാനപ്പെട്ട MP പറഞ്ഞൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചാണ് എനിക്ക് കാര്യം ഓർമ്മ വന്നത്. CPM ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ പരാജയപ്പെട്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ ബത്ത എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഈ NREGA പോലുള്ള കാര്യങ്ങളിലൂടെ അവിടുത്തെ ജനങ്ങൾക്ക് ബ്ലോക്ക് ലെവൽ ഗ്രാമങ്ങൾ വരെയുള്ള ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്ന പേയ്മെൻ്റ് ഉണ്ട്. ആ പേയ്മെൻറ്റിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആ പേയ്മെൻറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടു ശ്രീ മണിക് സർക്കാർ. ബത്ത എന്ന് പറയുന്നതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ BJP ഇറങ്ങി വന്നത്. അതിന്റെ പുറകിലും ആ ഗവൺമെന്റ് തന്നെയാണെന്ന് സാധാരണ ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാൻ CPM-ന് സാധിച്ചില്ല. കേന്ദ്ര ഭരണം ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ഒരു ഞെരുക്കൽ കൂടിയാണ്. ഭയങ്കരമായി ഞെരുക്കിക്കളഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, അതിന് വരുതിയാണെന്ന് മനസ്സിലാക്കണം. ബംഗ്ലാദേശിന് വൈദ്യുതി വിൽക്കുന്ന സംസ്ഥാനമാണ് ത്രിപുര. അതെ അതെ, ബംഗ്ലാദേശിന്. അതിനെ തടയുന്നതിന് പോലും മുന്നോട്ട് വന്നു ഈ കേന്ദ്രം. അപ്പോൾ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ അവർ പരാജയപ്പെടുത്തി ത്രിപുരയിൽ. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. നിയമസഭയിൽ ഗണിതമായി CPM-നെ പരാജയപ്പെടുത്തി. അധികാരത്തിൽ നിന്ന് ആരെ പുറത്തു പോയത്? CPM പുറത്തുപോയി. എന്നാൽ ഈ സ്റ്റേറ്റിൽ നിന്ന്, സംസ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് പുറത്തു പോയിരിക്കുകയാണ്. അതാണ് കാതലായ അടിവരയിടേണ്ടത്. CPIM-ന്റെ വോട്ട് ഷെയറുകളെ അല്ല ബാധിച്ചത്. എന്തായിരുന്നാലും ത്രിപുരയിൽ ഹ്യൂമൻ ഇൻഡെക്സിൽ 6ാമത് രാജ്യത്തെത്തുന്ന ത്രിപുര 140 മെഗാവാട്ട് സ്വന്തം ഉപയോഗത്തിന് ശേഷം ബംഗ്ലാദേശിലേക്ക് വിൽക്കാൻ പര്യാപ്തമായ ത്രിപുര, 95% ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനായ ത്രിപുര. ഈ നേട്ടങ്ങളൊക്കെ പറയുമ്പോൾ ആദർശധീരനായി സ്വന്തം വസ്ത്രങ്ങൾ പോലും തനിയെ കഴുകുന്ന ആദർശധീരനായ മുഖ്യമന്ത്രി എന്ന നിലയിൽ മണിക് സർക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ തിരിച്ചടി ലഭിച്ചത് കോൺഗ്രസിന്റെ ആ വലിയ ചോർച്ച ഒരുപക്ഷെ BJPക്ക് അനുകൂലമായി എന്നതാണ്. എന്തായിരുന്നാലും തോൽവിയാണ്. ത്രിപുര BJP പിടിച്ചിരിക്കുന്നു. നാഗാലാൻഡിലും സഖ്യത്തിലൂടെ BJP പിടിച്ചിരിക്കുന്നു. മേഘാലയയിലും കോൺഗ്രസിന്റെ ഭരണത്തെ മതിയാക്കി BJP എത്തിയിരിക്കുന്നു. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.